ആ ചെരിഞ്ഞ പ്ലോട്ടിനെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ കൂടി എൻട്രൻസ് വ്യൂ അല്ല, ഇത് ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗിലേക്കുള്ള പാസേജ് ആണ്. ഇതിൻ്റെ അകത്തേക്കുള്ള കാഴ്ചകൾ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് നല്ലൊരു ലൈറ്റിംഗ് ഇവിടെ കീപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ അങ്ങോട്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്കും താഴേക്കൊക്കെ കാണുന്നത്. ബെഡ് കോട്ടിന്റെ ഡിസൈൻ ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആക്കിയിരിക്കുന്നത്. ഒരു ക്രീം കളറിൽ തന്നെയാണ് ബെഡ് കോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെറൈറ്റി ആയിട്ടുള്ള വീടുകളാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ പറയല്ലോ. ചെരിഞ്ഞ പ്ലോട്ടിൽ വെറൈറ്റി ആയിട്ട് നിർമ്മിച്ച 2700 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്നും ഈ സപ്പോർട്ട് ഉണ്ടാവണം. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്. ഈ ഒരു വീടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ പ്ലോട്ടാണ്. ആ ചെരിഞ്ഞ പ്ലോട്ടിനെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ അപ്പർ പോർഷനിലാണ്. ഇവിടെയാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് മനോഹരമായിട്ടുള്ള വീടിൻ്റെ വ്യൂ കിട്ടും. ആക്ച്വലി ഇത് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ കൂടി എൻട്രൻസ് വ്യൂ അല്ല, ഇത് ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗിലേക്കുള്ള പാസേജ് ആണ്. അതാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന പോർഷൻ. വീട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ മൊത്തമായിട്ട് UPVC വിൻഡോകളാണ് കാണാൻ പറ്റുക. ഒരു സാധാരണ വിൻഡോ കൺസെപ്റ്റിനും അപ്പുറം സ്പെഷ്യലി ഡിസൈൻ ചെയ്ത വിൻഡോകൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്, അതായത് കസ്റ്റമൈസ്ഡ് വിൻഡോ. അതുപോലെ തന്നെ വീടിൻ്റെ കോൺക്രീറ്റ് സ്ലാബുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രത്യേക ആംഗിൾ, ട്രയാങ്കിൾ ഷേപ്പിലാണ്. അതുപോലെ തന്നെ അതിനൊരു സ്ലോപ്പ് ഉണ്ട്. ലൈറ്റുകളൊക്കെ അതിന് ഭംഗിയായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ വരുന്ന ഏരിയയിൽ ആ ഹൈറ്റ് മെയിൻ്റെനൻസ് ചെയ്യാനും നമുക്ക് മഴവെള്ളമൊക്കെ തടഞ്ഞു നിർത്താനും ഗ്ലാസ്സുകളാണ് ഫ്രണ്ടേജിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗം ആദ്യം പരിചയപ്പെട്ടതിന് ശേഷമാക്കാം അടുത്തുള്ള പോർഷൻ. ഞാൻ നേരെ കയറുന്നത് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ ചെരിഞ്ഞ പ്ലോട്ടിൽ വീടിൻ്റെ മേലേക്കുള്ള സ്റ്റെപ്പുകളാണ്. ഇത് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാട്ടോ ആക്ച്വലി എത്തുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ എത്തി നമ്മൾ. ഇത്രയും പെട്ടെന്ന് ലാൻഡ്സ്കേപ്പിൽ നിന്ന് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ലൊരു സിറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർഗോളയിൽ ഗ്ലാസ് കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഡിസൈനിൽ ചെരിവിന് അല്ലെങ്കിൽ ആംഗിളിന് നല്ല പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആംഗിളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. വീടിൻ്റെ മൊത്തം ആംബിയൻസ് ഗ്രേ അല്ലെങ്കിൽ ബേജ് സ്കീമിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഒരു സൈഡാണെങ്കിൽ നേരെ എൻട്രൻസ് കൂടെ കാണണ്ടേ. ഫസ്റ്റ് ഫ്ലോറിലെ ലാൻഡ്സ്കേപ്പിൽ നിന്ന് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലെ ലാൻഡ്സ്കേപ്പിലേക്ക് ഇറങ്ങുകയാണ്. അതായത് വീടിൻ്റെ എൻട്രൻസിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പാട്ടോ. രണ്ട് സൈഡിൽ ഇതുപോലെ ക്ലാഡിങ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് ഏജിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലോറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം നാച്ചുറൽ ഫ്ലോർ തന്നെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നേരെ കാർ എൻ്റർ ചെയ്യുമ്പോഴൊക്കെ ഒരു ഷെയ്ഡിന് വേണ്ടിയിട്ട് ഗ്ലാസ് ആണ് പെർഗോളയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മെറ്റൽ കൊണ്ടുള്ള ഫ്രെയിമുകളാണ് ചെയ്തിട്ടുള്ളത്. വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബ്ലാക്ക് കളറിലെ ഗ്രാനൈറ്റുകൾ, അതുപോലെ ഗ്രേ കളറിലെ മനോഹരമായിട്ടുള്ള ടൈലുകളും. വീടിൻ്റെ മൊത്തം ആംബിയൻസ് നമുക്ക് നേരെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഒരു ആംഗിൾ ഷേപ്പിലുള്ള കോൺക്രീറ്റ് സ്ലാബാണ് മേലെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആ ഒരു ബേജ് ഗ്രീൻ കളറ് വളരെ ഭംഗിയായിട്ട് ഇതിൽ എടുത്ത് കാണിക്കുന്നുമുണ്ട്. ഏറ്റവും ഭംഗിയുള്ള രീതിയിലാണ് വിൻഡോകളെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഹൈലൈറ്റ് ചെയ്യുന്നത് ആ കളർ കോമ്പിനേഷനാണ്. എല്ലാം UPVCയിൽ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലേക്ക് ഞാൻ പറഞ്ഞു ചെരിഞ്ഞ പ്ലോട്ടാണ്. മൂന്നാമത്തെ ലെവലും കൂടെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് കാർ പോർച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു എക്സ്ട്രാ മുറ്റവും കൂടെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാർ പോർച്ചിൻ്റെ മേലെയും ഈ വീടിൻ്റെ ഫ്ലോറുകൾ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നേരെ മേലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വലിയ വിൻഡോ ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറും കവർ ചെയ്യുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഭംഗി എടുത്ത് കാണണമെങ്കിൽ നേരെ നമ്മൾ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂ കിട്ടും. രണ്ട് സൈഡിലും രണ്ട് രീതിയിലുള്ള ഡിസൈനുകളാണ് നമുക്ക് ഫീൽ ചെയ്യുക. വീടിൻ്റെ അകത്തുള്ള കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. നമുക്ക് ഓരോന്നായി കണ്ടാലോ. വീടിനകത്തേക്ക് കയറുമ്പോൾ നല്ല 2 സ്വിംഗ് ചെയർസ് ആട്ടോ എൻ്റർ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഡോറിൽ തന്നെ സോളിഡ് ഡോർ, വലിയ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ അകത്തേക്കുള്ള കാഴ്ചകൾ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് നല്ലൊരു ലൈറ്റിംഗ് ഇവിടെ കീപ്പ് ചെയ്തു എന്നുള്ളതാണ്. മനോഹരമായ ലൈറ്റ് പുറത്തു നിന്ന് കിട്ടുന്ന രീതിയിൽ, മാക്സിമം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ ഹാള് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ വീടിൻ്റെ ഹാളിലെ സെൻറ്ററിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഫ്ലോറിങ്ങിൽ മനോഹരമായ മാറ്റ് ഫിനിഷുള്ള ടൈല്.
ഗ്രേ കളറിലാട്ടോ കൊടുത്തിരിക്കുന്നത്. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പെയിൻറ് സ്കീമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും പെയിന്റിങ്ങിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് പെയിന്റിങ്ങിൽ ടെക്സ്ചർ വർക്കുകളാണ് വന്നിരിക്കുന്നത്. നേരെ എൻ്റർ ചെയ്യുമ്പോൾ വരുന്ന വാഷ് ബേസിന് അതുപോലെ തന്നെ ഒരു കിളിവാതിൽ പോലെ മനോഹരമായിട്ടുള്ള ഒരു ബേ വിൻഡോയെ കവർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. ഫസ്റ്റ് ഫ്ലോറിലെ റൂമിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ മനോഹരം തന്നെയല്ലേ. അതുപോലെ നേരെ എൻ്റർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഫ്ലോട്ടഡ് ഗ്ലാസ് പാർട്ടീഷൻ, അതിൽ വുഡ് കൊണ്ടുള്ള ഭംഗിയുള്ള ഡിസൈനുകൾ, അതുപോലെ ഈ ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ കാണുന്ന വുഡൻ ഐറ്റംസിനെല്ലാം ഒരു എലഗൻറ്റ് ഫീൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കോഫീസ് ഇന്നോവേഷൻസ് ആണ്. അപ്പോൾ അവരുടെ ഒരു പ്രൊജക്റ്റ് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻറ്റീരിയറിൽ പൂർണ്ണമായിട്ട് അവിടെ ഒരു ടച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു പ്രയർ ഏരിയ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫോൾഡിംഗ് ഡോറിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു നീഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ് ലിവിങ് സ്പേസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ ഇങ്ങോട്ട് എൻ്റർ ചെയ്താൽ കാണാം ഏറ്റവും സിമ്പിളായിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. നല്ലൊരു എൽ ഷേപ്പ് സോഫ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായുള്ള ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ഷിയർ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മാക്സിമം ലൈറ്റിനെ നമുക്ക് ഇവിടെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷിയേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഈ ഷിയേഴ്സ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്താൽ നല്ല UPVC വിൻഡോ ആണ് ഇവിടെ കാണാൻ പറ്റുക. നല്ല വൈറ്റ് സ്കീം, പുറത്തേക്കുള്ള നല്ല വ്യൂ കൂടെ കിട്ടുമ്പോൾ ഭംഗി തന്നെ. അതുപോലെ ഈ ഒരു ഹാളിനെ മനോഹരമാക്കുന്ന റൗണ്ട് ടേബിളുകളൊക്കെ കോഫീസിൻ്റെ സ്പെഷ്യൽ ഡിസൈനുകളാണ്. നേരെ നമുക്ക് വീടിനകത്തേക്ക് അങ്ങ് കയറി പോകാം. ഇവിടെ കയറുമ്പോൾ ഒരു ബാൽക്കണി സ്റ്റൈലിലെ ഏരിയ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വരാന്ത പോലെയാണ് കേട്ടോ അത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് നേരെ ഇവിടെയുള്ള റൂമുകൾ ആദ്യം കണ്ടാലോ. മനോഹരമായിട്ടുള്ള ബേ വിൻഡോ, നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയല്ല റൂമുകൾ വേണ്ടത്. ബെഡ്റൂം ആട്ടോ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ്. നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാം അടിപൊളിയായിട്ടുള്ള ഒരു കാൻഡിലീവർ ആയിട്ടുള്ള ബെഡ് കോട്ട്. അത് ഹെഡ് റെസ്റ്റ് ഒക്കെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വ്യൂക്കും അതുപോലെ ഈ ഒരു കളർ സ്കീമിനും മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ റൂം സെറ്റ് ചെയ്തത്. അതിലേക്ക് മാച്ച് ചെയ്യുന്നതാ ബേജ് കളറിലെ നല്ല കേർട്ടൻസ് കൊടുത്തു. അതുപോലെ ലൈറ്റ് ആണെങ്കിൽ ആ ഒരു ആംബിയൻസുള്ള മൂഡ് കിട്ടുന്ന ലൈറ്റ് കൊടുത്തു. അതുപോലെ ഈ ഒരു ഭാഗത്ത് നല്ല ലോവർ ഡിസൈനുകൾ കൊടുത്തു. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ഓഫ് ആയിട്ടുള്ള സ്ലൈഡിങ് വാർഡ്രോബുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏറെ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇതുപോലുള്ള കർവായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ കൂടുതൽ ഹിറ്റ് ചെയ്യാത്ത രീതിയിലൊക്കെ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരെ ഹാളിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോഴാണ് മാസ്റ്റർ വരുന്നുണ്ട്. മാസ്റ്ററിന് ഇടയ്ക്ക് ഇവിടെ സിമ്പിളായിട്ട് ഒരു ഫാമിലി സിറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ സെപ്പറേറ്റ് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന ഒരു സ്ഥലം. അതിനുശേഷമാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം 2-3 സ്റ്റെപ്പ് താഴേക്ക് ഇരിക്കാൻ കാരണം ഈ ഒരു പ്ലോട്ടിൻ്റെ ഡിസൈനാണ്. ഈ പ്ലോട്ടിൻ്റെ ലെവലിനനുസരിച്ച് ഡിസൈൻ ചെയ്തപ്പോഴാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെഡ് ബോർഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് ലാമിനേറ്റ്സിൽ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ബെഡ് കോട്ടിൻ്റെ ഡിസൈനാണ് ഏറ്റവും അട്രാക്റ്റീവ് ആക്കിയിരിക്കുന്നത്. ഒരു ക്രീം കളറിൽ തന്നെയാണ് ബെഡ് കോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ സീലിംഗിൽ സിമ്പിൾ ആയിട്ടുള്ള LED സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ഈ കോർണർ വിൻഡോ ആയിട്ടാണ് വരുന്നത്. ആ ഒരു ഏരിയ നല്ലൊരു ഇരിപ്പിടം സെറ്റ് ചെയ്ത് ഒരു കാൻഡിലിവർ അല്ലെങ്കിൽ ഒരു ബേ വിൻഡോ സ്റ്റൈലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തും റോമൻ ഡിസൈനുള്ള കർട്ടനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ടൈലിന് അതുപോലെ തന്നെ വോളിന്, സീലിങ്ങിന്, ലൈറ്റിന് എല്ലാം ഒരേ കളർ സ്കീമിലാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ ഏറ്റവും അട്രാക്റ്റീവ് ആകുന്ന രീതിയിലാണ് കേട്ടോ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ലൈഡിങ് വാർഡ്രോബ് കൊടുത്തു. അത് ഗ്ലാസ്സിലാട്ടോ ഈ ഒരു എലമെന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മാക്സിമം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ വലിയൊരു മിറർ കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. അതുപോലെ സ്റ്റോറേജിന് എക്സ്ട്രാ സ്പേസും. ഇനി ഈ ഒരു ഭാഗത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യവുമുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ കുട്ടികളുടെ ബെഡ്റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. കുട്ടികളുടെ ബെഡ്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ആ സ്ഥലത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളത്. ചെറിയൊരു സ്പേസ് ആണ്, പക്ഷേ 2 ബെഡ് കോട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കേട്ടോ. താഴെ ഒരു പോർഷൻ കാണാം, അതുപോലെ മേലെ ഒരു പോർഷൻ കാണാം. മെറ്റൽ കൊണ്ടുള്ള സ്റ്റെയർ അല്ലെങ്കിൽ അവർക്ക് കയറാനുള്ള ഐഡിയാസ് കൊടുത്തു. അതുപോലെ മാക്സിമം ഡ്രസ്സിങ് ഏരിയ ഇവിടെ കൊടുത്തു കേട്ടോ. ഇതിനകത്ത് നല്ല കളർ കോമ്പിനേഷൻ തന്നെ വരുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇത് PU പെയിൻറ്റ് ഫിനിഷിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിരിക്കുന്നതൊക്കെ പെയിൻറ്റ് ഫിനിഷാണ് ഈ റൂമിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. നമുക്കറിയാം കുട്ടികളുടെ റൂം ആകുമ്പോൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതിനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിച്ച കാര്യം. വീടിൻ്റെ ഷേപ്പ് പോലെ തന്നെയാണ് കിച്ചൻ്റെ ഷേപ്പും വന്നിരിക്കുന്നത്. ലോങ് ആയിട്ടുള്ള ഒരു L ഷേപ്പ് കൗണ്ടറുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഗ്രേ സ്കീമും അതുപോലെ ഈ ഭാഗത്ത് വലിയ ഗ്രേ വിൻഡോ അല്ലെങ്കിൽ ഗ്രേ ഷെൽഫുകളാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ഡിസൈനിന് എത്രത്തോളം മാച്ച് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ കോമ്പിനേഷനിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് സിങ്കും അതുപോലെ സ്റ്റോവും വന്നു. അതുപോലെ ഈ ഒരു ഭാഗത്താണ് റെഫ്രിജറേറ്റർ വന്ന്. ഇവിടെ എക്സ്ട്രാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്നത് ഈ ഭംഗിയുള്ള ഷാൻഡലിയർ. എന്തായാലും ഇതിൻ്റെ വലിപ്പം ഇത് ഈ വീടിൻ്റെ മൊത്തം
മൊത്തം വൈബ് ഏറ്റെടുക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഈ കയറി വരുമ്പോൾ നമ്മൾ ഹാൻഡ് ഗ്രാബ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. സിലിണ്ടർ രൂപത്തിലുള്ള ഇത് നാച്ചുറൽ വുഡ് കൊണ്ടാണ്, കരിവാകയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഇവിടുന്ന് കാണുന്ന എല്ലാ വുഡൻ ഐറ്റംസും ഓഫീസ് സ്പെഷ്യലി കരിവാകയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ടേബിളുകളാണെങ്കിലും മെയിൻ ഡോറുകളാണെങ്കിലും അതുപോലെ എക്സ്ട്രാ വരുന്ന വുഡൻ ഫർണിച്ചറുകളാണെങ്കിലും എല്ലാം ഇതാ ഈ ഒരു ഭാഗത്ത് ഭംഗിയുള്ളൊരു വിൻഡോ കാണും. ഇത് എടുത്ത് പറയേണ്ടത്, നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ എക്സ്റ്റീരിയറിലേക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള ഒരു വ്യൂ വരുന്ന ഭാഗമല്ലേ, ആ ഒരു ഭാഗത്തേക്കുള്ള സ്ലൈഡിങ് ആയിട്ടുള്ള UPVC വിൻഡോ വരുന്ന പോർഷനാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഹാളിലേക്ക് ഞാൻ നേരത്തെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ പാസേജ് ഉണ്ട്. ഇവിടെ 2 ബെഡ്റൂമാണുള്ളത്. അതിൽ ഒരു ബെഡ്റൂം ഇതാ ഈ ഒരു സൈഡിൽ കാണാം. ഇതിൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ വിൻഡോ തന്നെയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നേരെ ആ റൂമിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. നേരെ റൂമിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാ ഈ ഒരു ഭാഗത്ത് ഭംഗിയുള്ള ആംബിയൻസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ അങ്ങോട്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്കും താഴേക്കൊക്കെ കാണുന്നത്. അതൊരു ബേ വിൻഡോ കൂടെ ഉൾക്കൊള്ളിക്കുന്ന വ്യൂ ആണ് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും കാണാൻ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള വ്യൂ കിട്ടുന്ന സ്ഥലം. ഇവിടെയും ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെഡ് കോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫ് വൈറ്റ് തീമിലാണ് ഈ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്ലോപ്പ് ആയിട്ടുള്ള റൂഫ് വരുന്ന പോർഷനാണ്. അതുകൊണ്ട് ലൈറ്റുകളെല്ലാം സീലിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സ്റ്റഡി ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാർഡ്രോബ് റാത്തലിലാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ സിറ്റിംഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ നേരത്തെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കണ്ട അതേ ഒരു വൈബ് കിട്ടുന്ന രീതിയിലാണ്. ഈ ഒരു ബെഡ്റൂമിലെ വൈബ് എന്ന് പറഞ്ഞാൽ ഫ്ലോറിൽ ബെഡ് വരുന്ന രീതിയിലാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു നാച്ചുറൽ ഫീലും കൂടെ കിട്ടുന്ന രീതിയിലാണ്. ഇവിടെ ബെഡ്റൂം ഉപയോഗിക്കുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാനുള്ള വിൻഡോ ഇവിടെ കാണാൻ പറ്റും. നല്ല നാച്ചുറൽ വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഈ ഒരു റൂമിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഡിസൈൻഡ് ആണ്. കാരണം ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, ഒരു എന്താ പറയുക, ഒരു L ഷേപ്പാണ് ഈ റൂം. ബെഡ് വരുന്ന ഒരു പോർഷൻ ഇതാണ്, മറ്റാവശ്യങ്ങൾക്കുള്ള പോർഷൻ ഇവിടെയാണ്. ഇവിടെ തന്നെ വലിയൊരു സ്പേസ് നമുക്ക് കിട്ടും. അത് ഈ ഫസ്റ്റ് ഫ്ലോറിലുള്ള വീടിൻ്റെ ഡിസൈൻ എത്രത്തോളം സ്ലോപ്പാണ് അത് ഈ സീലിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്ത ഒരു ഏരിയയിലാണ് നമ്മളുള്ളത്. ഈ ഒരു വീട് നിലനിൽക്കുന്നത് ഒരു ചെരിഞ്ഞ പ്ലോട്ടിലാണ്. സാധാരണ രീതിയിൽ എല്ലാവരും പെട്ടെന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലൊരു വീട് നിർമ്മിക്കാൻ പറ്റും എന്നുള്ള ധൈര്യം ഉണ്ടാവില്ല. എങ്ങനെ ആ ധൈര്യം വന്നു? എനിക്ക് ആദ്യമുള്ളൊരു പ്ലാനായിരുന്നു, എൻ്റെ സ്ഥലം, എൻ്റെ ലാൻഡ് കിടക്കുന്നത് എങ്ങനെയാണോ അതേ ഷേപ്പിൽ തന്നെ എൻ്റെ വീട് വരണമെന്ന് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ എൻജിനീയറോട് ഞാൻ അത് വെച്ചിട്ടാണ് സജസ്റ്റ് ചെയ്തത്. എൻ്റെ വീട് ഇതേ ഒന്നും JCB വെച്ചിട്ടൊന്നും നിരത്താതെ ഇല്ലത് അതേ ലെവലിൽ തന്നെ വരണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു തന്നെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫൈനൽ റിസൾട്ട് നമുക്ക് തന്നു. ഡോറുകളെല്ലാം സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ്, ഫർണിച്ചറുകളെല്ലാം സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ്. ഈ കോഫീസ് എങ്ങനെ കോഫീസിലെത്തി? കോഫീസിന്റെ സ്പെഷ്യൽ ഡിസൈൻ കോഫീസിൽ ഞാൻ നമ്മളെ ഫ്രണ്ട് മുഖേന കോഫീസിലെത്തിയത്. ഞാൻ അതിന്റെ മുമ്പ് ഞാൻ വേറെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്, ഒരു 4-5 ഇത് സെർച്ച് ചെയ്തിട്ട്. പക്ഷെ നമുക്ക് അതൊന്നും നമ്മൾ കരുതിയ ഒരു ഇതിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്താത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് എനിക്ക് കോഫീസിനെ ഞാൻ കോണ്ടാക്ട് ആവുന്നത്. ഓക്കെ. പക്ഷേ ഓഫീസിന് എനിക്ക് കിട്ടിയത് കാരണമാണ് ഞാൻ കരുതിയ ഇതെന്താണോ അത് ഫൈനലി ഇവിടെ കിട്ടാൻ ഒരു കാരണം എനിക്ക് ഓഫീസിനെ കൂടിയും കിട്ടിയത് കൊണ്ടാണ്. സൂപ്പർവൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഓരോ ടേംസിലും അവർ വന്നിട്ട് എല്ലാം നല്ല ഫോളോ അപ്പാണ്. ഇത് കഴിഞ്ഞിട്ടും അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പിന്നെ നമുക്ക് എല്ലാം ഓക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് നല്ല ഫോളോ അപ്പാണ്. നല്ല അഭിപ്രായം നമുക്ക് ഓഫീസിനെ കുറിച്ചുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അടിപൊളിയായിട്ടുള്ള ഒരു ഇരിപ്പിടം ഈ ഒരു ബാൽക്കണി പോലുള്ള സ്പേസിൽ. വീടാകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വേണ്ടേ? വീടാകുമ്പോൾ ഉള്ള കാഴ്ചകൾ നമുക്ക് കാഴ്ചകൾക്കും വേണ്ടി മാത്രമല്ല കേട്ടോ, നമുക്കത് ഫീൽ ചെയ്യാൻ, എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ ജീവിക്കാനുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം വീട് പണിയാൻ, അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ. ഇതായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാ ഫർണിച്ചേഴ്സും ഡോർ ഉൾപ്പെടെ വുഡൻ വർക്ക് കോഫീസ് ഇന്നോവേഷൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അവരുടെ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.